ചിട്ടി ഗോപാലന്റെ തട്ടിപ്പുകൾ നാം വിചാരിച്ചതിലും വളരെ വലുത്. ചിട്ടിക്കച്ചവടത്തിന്റെ മറവിൽ രാഷ്ട്രീയക്കാരന്മാരുടെ വിശ്വസ്തനായ കള്ളപ്പണ മാനേജരായി മാറിയ ഗോപാലന്റെ തട്ടിപ്പുകളുടെ വ്യാപ്തി നാം ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതാണ്. ഗോപാലൻ നിയമവിരുദ്ധമായി ചിട്ടി നടത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിന് പ്രതിമാസം നഷ്ടപ്പെടുന്നത് ശതകോടികൾ എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ എന്നവകാശപ്പെടുന്ന മോന്മാർ വരെ ഇന്ന് ഗോപാലന്റെ ചെരുപ്പ് കഴുകി കൊടുക്കുന്നവന്മാരാണ്. ഗോപാലന്റെ കൂലിപ്പണിക്കാരാണ് ഇന്ന് മുൻനിരയിലുള്ള മാധ്യമ കച്ചവടം നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാധ്യമ മേഖലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരാണ് നമുക്ക് സംശുദ്ധമായ വാർത്തകൾ വിളമ്പിത്തരുന്നത്. ചിട്ടി ഗോപാലന്റെ കൂലിപ്പണിക്കാരന്മാരാണെന്ന് മാധ്യമ മേഖലയെ നിയന്ത്രിക്കുന്നത് ഗോപാലന്റെ വാർത്താ തൊഴിലാളികളാണെന്ന യാതൊരു അഹങ്കാരവും പക്ഷേ അവർക്കില്ല കേട്ടോ. മാധ്യമങ്ങൾക്ക് പരസ്യവും രാഷ്ട്രീയക്കാരന്മാർക്ക് ഫണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ മൊത്തത്തിൽ കച്ചവടമടിച്ചാലും ഇവർ മിണ്ടില്ല. ഗോപാലന്റെ ചിട്ടി തട്ടിപ്പിനെ കുറിച്ച് വിശദമായി പഠിച്ച വിവരാവകാശ നിയമപ്രകാരം സകല വിവരങ്ങളും കരസ്ഥമാക്കിയ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സിബിയുടെ വാക്കുകൾ കേൾക്കുക. ഞാൻ ഇദ്ദേഹത്തിന്റെ ദൂരാശപ്രകാരം കിട്ടിയ രേഖകൾ വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹം നടത്തുന്ന ചിട്ടി മുഴുവൻ വ്യാജമായിട്ടുള്ള ചിട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഇന്ത്യ ഗവൺമെന്റിന്റെയോ നിയമത്തിന്റെ അധീനതയിൽ വരുന്നതല്ല പുള്ളിയുടെ ചിട്ടി പ്രവർത്തനങ്ങൾ. അതായത് ഇപ്പോഴത്തെ പുതിയ ചിട്ടി ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. പയ്യന്നൂരിൽ അവർക്ക് ബ്രാഞ്ച് ഓഫീസുണ്ട്. പയ്യന്നൂരിൽ അവർ ചിട്ടി നടത്തണമെങ്കിൽ പയ്യന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അവർ ചിട്ടി രജിസ്റ്റർ ചെയ്യണം. പയ്യന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അവർ ചിട്ടി രജിസ്റ്റർ ചെയ്യാതെ 100 കോടിയിലധികം രൂപയുടെ ചിട്ടി പയ്യന്നൂർ ബ്രാഞ്ചിൽ മാത്രം നടത്തി വരുന്നുണ്ട്. ഈ ചിട്ടി ഇടപാടുകാരിൽ നിന്നും നമുക്ക് ചിട്ടിയിൽ ചേർന്ന ആർക്കും ചിട്ടി ലേലത്തിലോ നറുക്കെടുപ്പിലോ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഇവരെല്ലാം ചെന്നൈ ഓഫീസ് വെച്ചാണ് നടത്തുന്നത്. ചിട്ടിയുടെ നിയമം അനുസരിച്ച് എവിടെ ചിട്ടി നടത്തുന്നു ആ ബ്രാഞ്ച് ഓഫീസിൽ ചിട്ടി നറുക്കും ലേലവും നടത്തണമെന്നാണ് നിയമം. ചിട്ടി രജിസ്റ്റർ ചെയ്യാതെ നടത്തുന്ന ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് മദ്രാസിൽ വെച്ചോ ഡൽഹിയിൽ വെച്ചോ ചിട്ടി നടത്തുന്നതിനോ തെറ്റുകളൊന്നുമില്ല. കാരണം അവർ നേരെ വഴിയിലല്ല ചിട്ടി നടത്തുന്നത്. അതുപോലെ തന്നെ 215 ബ്രാഞ്ചുകളുള്ള കേരളത്തിലെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് ഏകദേശം 180ഓളം ബ്രാഞ്ചുകൾ ലൈസൻസ് ഇല്ലാതെ, അതായത് യാതൊരുവിധ ചിട്ടി രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നു. കൂടാതെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനം നടത്താനുള്ള കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികം നടത്താനുള്ള രജിസ്ട്രേഷനോ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് ഇല്ലെന്നുള്ളതാണ് ഞാൻ എല്ലാ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ബ്ലാങ്ക് ഡോക്യുമെന്റുകൾ വാങ്ങി പണം പെൻഡിങ് ആയി വരുന്നവരുടെ മേൽ വലിയ ഇൻട്രസ്റ്റുകൾ വരുത്തി ചെക്കുകൾ ഫില്ല് ചെയ്ത് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ചെക്കുകളൊന്നും ചെന്നൈയിലല്ല ഫയൽ ചെയ്യുന്നത്. പയ്യന്നൂർ ബ്രാഞ്ചിന്റെ കീഴിൽ ചിട്ടി കൊടുത്തവർക്ക് പയ്യന്നൂർ മജിസ്ട്രേറ്റ് ഡിവിഷൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, തലപ്പുറം ബ്രാഞ്ചിന്റെ കീഴിലുള്ളവർക്ക് തലപ്പുറമ്പ് കോടതി, അങ്ങനെ അവരവരുടെ ആ സ്ഥലങ്ങളിലാണ് ഇവർ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിട്ടി ലേലത്തിലോ നറുക്കെടുപ്പിലോ പങ്കെടുക്കാതെ പണ്ട് ബ്ലേഡ് ഫൈനാൻസുകാർ ചെയ്യുന്നത് പോലെ പണ്ട് വാഹനത്തിന് ചെന്നൈയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ലോൺ കൊടുക്കുമ്പോൾ നമ്മളൊരു വാഹനത്തിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കേണ്ട തുക ഇൻട്രസ്റ്റും കൂട്ടി ചാർട്ട് അടിച്ചു കൊടുക്കും. അതുപോലെയാണ് ഗോകുലം ചിട്ടിയുടെ ഈ ഓരോ ചിട്ടിയിൽ ചേർന്നവർക്കും അടവ് സംഖ്യ മുൻകൂടി കൊടുക്കുന്നത്. ചിട്ടി 30% വരെ ചിട്ടി വിളിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് വിളിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നറുക്കിട്ട് കൊടുക്കണമെന്നാണ് നിയമം. ആ സാഹചര്യത്തിൽ മുൻകൂട്ടി എങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ സാധിക്കും? ചിട്ടി എത്ര എമൗണ്ടിന് പോകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഒരു ചാർട്ട് ഉണ്ടാക്കി ഇടപാടുകാർക്ക് കൊടുത്ത് വലിയൊരു പൈസ കൊള്ളയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. 2022 മുതൽ ഞാൻ ഇതുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പോലീസ് പരാതി കൊടുത്താൽ പോലീസിനെ അവർ സ്വാധീനിക്കും. ഞാനിപ്പോൾ ആന്റി കറപ്ഷൻ ബ്യൂറോ വിജിലൻസിന്റെ ഹെഡ് ഡയറക്ടർ തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട്. അവർ പ്രത്യേക നടപടിയൊന്നും എടുത്തിട്ടില്ല. 14 ജില്ലയിലെ ജില്ലാ മേധാവി പോലീസ് മേധാവികൾക്കും അന്വേഷിക്കാൻ അവർ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് രേഖ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിടത്തും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരുടെ കേരളത്തിലെ 215 ബ്രാഞ്ചുകളിൽ ഒരു ഓഫീസ് പോലും പരിശോധിക്കാൻ വിജിലൻസോ പോലീസോ അല്ലെങ്കിൽ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല.
അപ്പോൾ ചിട്ടി ഇവർ നടത്തുന്നത് വ്യാജമാണെന്ന് തന്നെയാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ സർക്കാരിന് ഇതും കൊണ്ട് എങ്ങനെയാണ് നഷ്ടമുണ്ടാകുന്നത്? അങ്ങ് പറഞ്ഞു ഇതിന്റെ ഓരോ സ്ഥലങ്ങളിലും രജിസ്ട്രേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അതായത് 1 കോടിയുടെ ഒരു ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ 1 കോടി ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ 50% ട്രഷറി കെട്ടണം. അങ്ങനെ ട്രഷറി കെട്ടുമ്പോൾ ഒരു ചിട്ടി രജിസ്റ്റർ ആയിട്ട് മനസ്സാവും. അതിന് ഗവൺമെന്റ് കിട്ടേണ്ടാത്ത ടാക്സ് അവർക്ക് കൊടുക്കാതെ വരുന്നു. അവർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവരോട് ആര് ചോദിക്കാനാണുള്ളത്? അപ്പം പ്രോപ്പർ അവർ എത്ര ചിട്ടി നടത്തുമെന്ന് ഒരു ഗവൺമെന്റിനും പറയാൻ പറ്റില്ല. അപ്പം ഗവൺമെന്റിന് കിട്ടേണ്ടതായ ഓരോ ഇൻകം ടാക്സും അവർക്ക് ലഭിക്കത്തില്ല. പിന്നെ ഈ രജിസ്റ്റർ ഓഫീസുകളിൽ അടയ്ക്കേണ്ട പണം ഇവിടെ അടയ്ക്കാതെ വരുമ്പം ഈ ചിട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും ചിട്ടിയിൽ ചേർന്നവരുടെ പണം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ മറ്റൊരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ട്രഷറി ഒക്കെ ഒന്നും ചെയ്യാനില്ല. ഓരോ ചിട്ടിയും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വലിയ തുക കെട്ടിവെക്കുന്ന മൂലം കുറേ പേർക്കെങ്കിലും ആ പണം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ചിട്ടിയിൽ ചേർന്ന ഒരാൾക്ക് ഒരു ഉറപ്പ് അതുമില്ല. യാതൊരുവിധ രജിസ്ട്രേഷനും ഇല്ലാതെ അവർക്ക് എന്താണ് രജിസ്ട്രേഷൻ? ഒരു രജിസ്ട്രേഷൻ ഇല്ല. ചിട്ടിക്ക് ഒരു രജിസ്ട്രേഷൻ ഇല്ലാതാണ് ഞങ്ങളൊക്കെ നാട്ടിൽ ചിട്ടി പ്രവർത്തിക്കുന്നത്. സാർ, ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇവിടെ നിയമമൊന്നും ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി 215 ബ്രാഞ്ച് കേരളത്തിൽ നടത്തുന്നത്. ഇവർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അല്ല 100 കോടിയുടെ 1000 കോടിയുടെ മേൽ മാസം തോറും ഏകദേശം ഈ കേരളത്തിൽ തന്നെ 500,000 കോടിയുടെ ട്രാൻസാക്ഷൻ അവർക്ക് കാണുന്നു ഇപ്പോൾ. അപ്പൊ ഇവർ കോടികളുടെ ചിട്ടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഏകദേശം ഒരു ബ്രാഞ്ചിൽ 50 കോടി മുതൽ 100 കോടി വരെ ചിട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബ്രാഞ്ചിൽ. അങ്ങനെ ഒരു ബ്രാഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര പൈസ ഇൻകം ടാക്സ് അടക്കേണ്ടതും ലാഭവിഹിതത്തിന്റെ പെർസെന്റും ഗവൺമെന്റ് ബോർഡുണ്ടല്ലോ. ട്രഷറിയിൽ പണം കെട്ടാതിരിക്കുന്നു എന്ന് പറയുന്നതും ഇവിടുത്തെ പയ്യന്നൂർ സബ് രജിസ്ട്രാറും തലപ്പറമ്പിലെ സബ് രജിസ്ട്രാറും ശ്രീകണ്ഠാനം സബ് രജിസ്ട്രാറും പിന്നെ അങ്ങനെ ഇവിടുത്തെ അടുത്ത പഠിച്ച പല സബ് രജിസ്ട്രാറുകളും ഞാൻ കൊടുത്ത പരാതിയിൽ കോടതിയിൽ വന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ചിട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും ഇവിടെ ചിട്ടി നടത്തണമെങ്കിൽ ചിട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ്. പിന്നെ ഞാൻ മുമ്പ് പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുത്തതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ഇൻസ്പെക്ടറിനെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മുകളിൽ നിർദ്ദേശം കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പയ്യന്നൂർ ബ്രാഞ്ചിൽ ചിട്ടി നടത്തുന്നില്ലെന്നും പയ്യന്നൂർ ബ്രാഞ്ച് കളക്ഷൻ ഓഫീസ് മാത്രമാണെന്നുമാണ്. അങ്ങനെ ഒരു കളക്ഷൻ ഓഫീസ് നടത്താൻ ചിട്ടി ആക്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ലൈസൻസും ഇല്ല, രജിസ്ട്രേഷനും ഇല്ല. അങ്ങനെ കളക്ഷൻ സെന്റർ മാത്രമാണെന്ന് ഇൻസ്പെക്ടർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കളവാണ്. അദ്ദേഹം അവരുടെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ് അങ്ങനെ മൊഴി കൊടുത്തിരിക്കുന്നത്. പിന്നെ അതായത് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ രസകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് മാനേജരോട് ചോദിച്ചപ്പോൾ മാനേജർ ഇവിടെ ചിട്ടി നടത്തുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളോട് പോലീസ് നീ കുറ്റകൃത്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട എന്നാണ് പയ്യന്നൂർ ഇൻസ്പെക്ടറുടെ ആ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്രാഞ്ചുകൾ എന്ന് അവർ പരസ്യത്തിൽ പറയുകയും ബാക്കി കളക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാണ് ഇവരുടെ പല ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നത്. അത് കളക്ഷൻ സെന്റർ എന്ന് പറയുക നമ്മളൊരു പരാതിയായി ചെല്ലുമ്പോഴാണ് അതിന് മറുപടിയിലാണ് കളക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. അല്ലാതെ ബ്രാഞ്ച് ഓഫീസ് ആണെന്നുള്ള അവരുടെ ഡയറികളിലും പരസ്യങ്ങളിലും അവരുടെ ബോർഡുകളിലും എല്ലാം ബ്രാഞ്ച് ഓഫീസാണ്. അത് പിന്നെ 215 ബ്രാഞ്ചുള്ള ചിട്ടി ഓഫീസിന് ഒരു 150 ബ്രാഞ്ചിൽ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു സത്യം. അതുകൂടാതെ ഈ ഫിനാൻസ് നടത്താൻ ഇവർക്ക് എവിടെ നിന്നാണ് ലൈസൻസ്? ആരാണ് ഗവൺമെന്റ് ഏത് ഗവൺമെന്റാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ലൈസൻസ് ഇല്ലെന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ചെന്നൈയിലായിരിക്കാം. അത് ചെന്നൈയിൽ ചെയ്യാൻ പറ്റുമോ ബിസിനസ്? നമ്മൾ എവിടെ പ്രൈവറ്റ് ഓഫീസ് ചെയ്തിട്ടുണ്ടോ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. ഇവിടെ ഇപ്പം മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് തന്നെ രജിസ്ട്രേഷൻ എടുക്കണം. സംസ്ഥാന ഗവൺമെന്റ് രജിസ്ട്രേഷൻ വേണം. അങ്ങനൊന്നും ഗോകുലത്തിനില്ല. ഇത് വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണോ താങ്കൾ ഈ വിവരം എടുത്തിരിക്കുന്നത്? അതെ, വിവരാവകാശ രേഖ പ്രകാരം അവരുടെ പല ബ്രാഞ്ചുകളിലും രജിസ്ട്രേഷൻ ഇല്ലാതാണ് ചിട്ടി നടത്തുന്നുള്ള രേഖ എന്റെ കൈവശമുണ്ട്. ഇവിടുത്തെ ലോക്കൽ പോലീസിൽ നിന്നും യാതൊരു അന്വേഷണവും നടത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തത്. അത് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ആഭ്യന്തരമാർക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിന്റെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലെ പോലീസ് ചീഫുകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാസങ്ങൾ എത്രയോ കഴിഞ്ഞു. ഒരു അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടില്ല.
ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി എൻ്റെ പരാതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതേക്കുറിച്ച് യാതൊരു അന്വേഷണവും ഇല്ല. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് യാതൊരു അത് സംബന്ധിച്ച കാര്യങ്ങളുമില്ല. ഇതെല്ലാം അവിടെ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിട്ടിയുടെ പേരിൽ ഇത്രയും വ്യാപകമായി ഇത്രയും ഓരോ മാസവും കോടികൾ ശതകോടികൾ കേരളത്തിൽ നിന്നും ഇവരുടെ ചിട്ടിയുടെ പേരില് നിഗമനം മനസ്സിലായി ലക്ഷം കോടിയുടെ ഇടപാടാണ്. ലക്ഷം കോടി ഇടപാടാണ് ഇവിടെ ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷം കോടിയുടെ. അതായത് ഇത്തരത്തിലൊരു അനധികൃതമായ രീതിയിൽ ഈ പണം കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാരിന്റെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെയും എല്ലാം ഒരു മൗനാനുവാദത്തോടു കൂടിയല്ലേ ഇത്രയും നടക്കുന്നത്? ശക്തമായ ഒത്താശ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ രേഖാമൂലം കൊടുക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തി കളവായ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് പോലീസിന്റെ ഇവിടുത്തെ രീതി. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒരു പരാതിയിൽ ED ഇദ്ദേഹത്തെ 2022-23 കാലഘട്ടത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്നും അദ്ദേഹം എങ്ങനെയോ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് ഡൽഹിയിലും ചെന്നൈയിലും വെച്ച ED അദ്ദേഹത്തെ ഞങ്ങളുടെ പരാതിയിൽ, ഞങ്ങൾ ഡയറക്ടർ അയച്ച പരാതിയാണ്. ഞങ്ങളുടെ പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ പരാതിയല്ല, ഞങ്ങളുടെ സംഘടനയാണ്. സംഘടന എന്ന് പറയുന്നത് ലീഗൽ സർവീസസ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയാണ്. അതിന് കുറെ അഭിഭാഷകരൊക്കെ ഉള്ളതാണ് സംഘടന. നിയമ നിർദ്ദേശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതെല്ലാം ചെയ്യുക. 6 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ആദ്യ ഘട്ടത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ച ശേഷം പിന്നീട് അതേക്കുറിച്ച് ഒന്നും അറിയാറില്ല. പിന്നീട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോപത്തേക്കോ നഷ്ടം വന്നോ എന്നാണ് അവരുടെ ചോദ്യം. എനിക്ക് മാത്രം നഷ്ടം വന്നാൽ കുഴപ്പം അവർ നോക്കാം, മറ്റാർക്കെങ്കിലും നഷ്ടം വന്നാൽ അവർക്ക് നമ്മൾ നോക്കണ്ട എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഡിയുടെ പരിശോധനയിലും പിന്നെ നമ്മുടെ പല പരാതികളും മുൻപുണ്ട്. ഇപ്പം സംസ്ഥാന പോലീസ് ചീഫിന് കൊടുത്തതും ഹോം ഡിപ്പാർട്ട്മെന്റിൽ പോയതും സംസ്ഥാന വിജിലൻസിനൊക്കെ പോയതും കോപ്പികൾ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടതാണ്. അങ്ങനെ അയച്ചിട്ടുണ്ടാവണം. അതിൽ നിന്ന് ഒരു എൻക്വയറിയും ഇതിനകത്തുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ചിട്ടി ഗോപാലന്റെ കാശ് ചെല്ലേണ്ടുന്നത് പോലെ ചെല്ലുമ്പോൾ എല്ലാ കേസും ആവിയാകും. അതിലപ്പുറമൊന്നും ഇവിടെ സംഭവിക്കാനില്ല. ഒരു കേരള സ്റ്റോറി സെക്കൻഡ് പാർട്ടിന് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സബൂറാകും. പറ്റിയാൽ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ വരെയാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.